ശ്രീനേട്ട സ്പെസിഫിക്കലി ധ്യാനിൻ്റെ ലവ് ആക്ഷൻ ഡ്രാമ ഇത്രയും ചെറുപ്രായത്തിൽ സംവിധാനത്തിലേക്ക് കയറുകയാണ്. സാധാരണ എല്ലാവരും സിനിമ എന്താണെന്നൊക്കെ അറിഞ്ഞെന്ന് അഭിനയിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കൺട്രോൾ എടുക്കാൻ ശ്രമിക്കുകയുള്ളൂ. ഇദ്ദേഹം ആദ്യമേ ഒരു കൺട്രോളർ സ്ഥാനത്തേക്ക് ഒരു ഫിലിം എന്താ പറയുക, അവൻ തന്നെ പറയുന്നത് ഞാൻ കേട്ടത് എന്താണെന്ന് വെച്ചാൽ അവന് അഭിനയത്തെക്കാൾ കൂടുതൽ ഈ ഫിലിം മേക്കിങ്ങിലാണ് താല്പര്യം എന്നാണ്. തിര എന്ന് പറഞ്ഞ സിനിമയിൽ അവന് ഷോർട്ട് ഫിലിം എടുത്തപ്പോൾ അത് കണ്ടിട്ട് വിനീത് അവനെ നിർബന്ധിച്ചിട്ടാണ് ആ സിനിമയിൽ അഭിനയിപ്പിച്ചതെന്നാണ് ഞാൻ കേട്ടത്. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ഒന്നും ഒരു പ്രേരണയോ ഞാൻ പിന്നെ ഇവരുടെ കാര്യത്തിൽ ഞാൻ ഇതിനകത്ത് സിനിമാ പ്രവേശനമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ല. ഇല്ല. അത് ഈ കാരണം കൊണ്ട് തന്നെയാണ്. ഒരു അവസരം ചിലപ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ പിന്നത്തെ അവസരത്തിന് ഇവിടെ പോകും. ഇത് സ്ഥിരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ഇത്? അത് മാത്രമല്ല, നമ്മുടെ കാര്യത്തിലുള്ള മറ്റുള്ളവരുടെ വിശ്വാസവും ഇല്ലാണ്ടാവും. സ്വന്തം മകനെ പൊക്കി കൊണ്ടുവരാൻ നടക്കുന്നു എന്നുള്ള അതൊക്കെ അധികം കേൾക്കേണ്ടി വരും. ഈവൻ ഉദയനാണ് താരത്തിൽ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് റോഷൻ ആൻഡ്രൂസ് വിനീതിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ റോഷൻ്റെ ആദ്യത്തെ സിനിമയാണിത്. ഞാൻ കുറേ കാലമായിട്ട് സിനിമയിലുള്ള ആളാണ്. അപ്പോൾ എൻ്റെ മകൻ പാടുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് പാടിക്കുകയാണ് റോഷൻ എന്നുള്ള ചീത്തപ്പേര് എനിക്ക് വരും. അതുകൊണ്ട് ഇതിൽ വേണ്ട, പിന്നെ നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നിർബന്ധിച്ചു. അവനോട് ഞാനൊരു വാക്ക് പറഞ്ഞു പോയി, അവൻ പാടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞാൻ വിചാരിച്ചു ഞാൻ അവൻ്റെ അച്ഛനായതുകൊണ്ട് അവൻ്റെ ശത്രുവായി മാറാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വിട്ടതാണ് ആ കേസ്. അങ്ങനെയാണ് അവൻ ആ പടത്തിൽ പാടുന്നത്. നമ്മളതൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഇപ്പം ഞാനൊരിക്കലും സത്യനന്ദിക്കാടിനോട് ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഇപ്പം എഞ്ചിനീയർ ആവുക ഡോക്ടർ ആവുക എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അവർക്ക് കോമൺ സെൻസ് ഉണ്ടായാൽ മതി. അല്ല, അത് വളരെ വെരി അൺകോമൺ. കോമൺ സെൻസ് ഇസ് നോട്ട് അറ്റ് ഓൾ കോമൺ ദീസ് ഡേയ്സ്. അതുകൊണ്ട് അത് വളരെ നല്ലൊരു ആഗ്രഹമാണ്. ഞാൻ ആ കാര്യത്തിൽ ഹാപ്പി ആവും എങ്ങനെ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ. അല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങൾ അവരുടെ പുറത്ത് വെച്ച് കെട്ടലല്ലോ. മിക്കവാറും ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അവർക്ക് ആവാൻ പറ്റാത്തത് മക്കളെ കൊണ്ട്. അത് മക്കൾക്ക് എന്താണ് റിയലായിട്ട് ആഗ്രഹമുള്ളതെന്ന് അവർ ചോദിക്കില്ല. അല്ല, നീ ഇങ്ങനെ ആയേ പറ്റുള്ളൂ, നീ മെഡിസിന് പോയേ പറ്റൂ, നീ എഞ്ചിനീയർ എന്തോ അതിനകത്ത് പിന്നെ സാമൂഹ്യമായിട്ടുള്ള ഒരു ഇത് പിന്നെ ഒരു പൊങ്ങച്ചത്തിനും ഒക്കെ ആയിട്ടാണ് കുട്ടികളെ കൊണ്ട് ഇങ്ങനത്തെ അവർക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. എൻ്റെ മകൻ ഡോക്ടറാണെന്ന് പറയാനൊക്കെ ആയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ ചോദിക്കണം. എന്നോടത് മറ്റേ അപ്പു നമ്പ്യാർ സാർ പറഞ്ഞ പോലെ എന്താണ് നിൻ്റെ ആഗ്രഹം യഥാർത്ഥത്തിൽ? ആ ആഗ്രഹം നടപ്പിൽ വരുത്താൻ വേണ്ടി നീ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടികളോട് ആഗ്രഹങ്ങൾ ചോദിക്കണം, അവരുടെ റിയൽ ഇൻട്രസ്റ്റ് എന്താണെന്ന് അറിയാൻ ശ്രമിക്കണം. അത് മാത്രമേ ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം.